പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എല്ലാവർക്കും വളരെ കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഹലോ, ഐ എം ഡോക്ടർ കാവ്യ. എന്താണ് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ? പ്രസവശേഷം സ്ത്രീകൾക്ക് വരുന്ന ഒരു മാനസികാവസ്ഥയാണ് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. അത് പ്രസവശേഷം ഈ ഹോർമോൺസിലൊക്കെ വരുന്ന പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ, ഹോർമോണൽ ഡ്രോപ്പ് കാരണം ആണ് സാധാരണയായിട്ട് കാണുന്നത്. എന്തൊക്കെയാണ് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിൽ ഒരു സ്ത്രീക്ക് സാധാരണ തോന്നുന്ന കാര്യങ്ങൾ എന്ന് നോക്കാം. ആവശ്യമില്ലാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ടെൻഷൻ ആവുക, അതുപോലെ കുട്ടി കരയുമ്പോൾ കൂടുതൽ ടെൻഷൻ വരിക, ദേഷ്യം വരിക, കരച്ചിൽ വരിക, അതുപോലെ തന്നെ എന്നെ ഇപ്പോൾ ആർക്കും വേണ്ട എന്നുള്ളൊരു തോന്നൽ, ഞാൻ ഒറ്റയ്ക്കായി എന്നുള്ള തോന്നൽ, അതുപോലെ എൻ്റെ ശരീരത്തിൻ്റെ പഴയ ഭംഗി പോയി, എന്നെ കാണാനൊരു രസമില്ല, എന്നെ ആർക്കും ഇഷ്ടമല്ല എന്നൊക്കെയുള്ളൊരു തോന്നലൊക്കെയാണ് സാധാരണ രീതിയിൽ പ്രസവശേഷം കാണുക. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത് അമ്മയുടെ അടുത്തുനിന്നും ഹസ്ബൻഡിൻ്റെ അടുത്തുനിന്നുമാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മളിപ്പോൾ ഈ കാര്യം പോയിട്ട് അമ്മയോടൊക്കെ പറഞ്ഞാൽ അമ്മമാർ പറയും, ഓ പിന്നെ ഒരു പ്രസവം കഴിഞ്ഞപ്പോഴേക്കും ഈ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ അല്ലേ, പണ്ടൊക്കെ ഞങ്ങളൊക്കെ 2, 3 പ്രസവിച്ചപ്പോഴൊന്നും ഞങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഇതൊക്കെ നിൻ്റെ വെറുതെ തോന്നലാണ്, ഇതൊക്കെ ഇപ്പോൾ തുടങ്ങിയ ഓരോ പുതിയ പുതിയ അസുഖങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് അവരതിനെ നിസ്സാരമായിട്ട് കണക്കാക്കും. പണ്ടത്തെ കാലവും ഇന്നത്തെ കാലവും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടെന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം പണ്ട് അമ്മമാർ താമസിച്ചിരുന്നത് ഒരു കൂട്ടുകുടുംബത്തിലായിരിക്കും. അവിടെ ഈ പ്രസവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമായിരിക്കും. അതായത് വീട്ടിൽ ചേച്ചിമാരുണ്ടാവും, അനിയത്തിമാരുണ്ടാവും, വലിയമ്മമാരുണ്ടാവും, ചെറിയമ്മമാരുണ്ടാവും. അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളിൽ എല്ലാ കൊല്ലവും അല്ലെങ്കിൽ 2 കൊല്ലം കൂടുമ്പോഴും ആ വീട്ടിൽ ഒരു ഡെലിവറി എന്നുള്ളത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ തന്നെ ഒരു ഗർഭിണി ആവുമ്പോൾ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള കെയറേ കിട്ടുള്ളൂ. കാരണം വല്ലാതെ ഓവർ പാമ്പറിങ്ങോ ഓവർ കെയറിങ്ങോ ആർക്കും തന്നെ കൊടുക്കില്ല. എല്ലാവരും നോർമലായിട്ട് തന്നെയാണ് ഒരു ഗർഭിണീനെ പരിഗണിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്തോ വീട്ടിൽ 1, 2 കുട്ടികളാവും ഉണ്ടാവുക. അതിലൊരു കുട്ടി ഗർഭിണിയായാൽ ആ കുട്ടീനെ എങ്ങനെയായിരിക്കും അവർ ട്രീറ്റ് ചെയ്യുക? വളരെയധികം കെയറിങ്ങോടെ, വളരെയധികം പാമ്പർ ചെയ്തിട്ട് ഒന്നും ചെയ്യിപ്പിക്കാതെ ഒന്ന് നടക്കുമ്പോഴേക്കും തന്നെ അയ്യോ അല്ലാണ്ട് നടക്കണ്ട, അല്ലെങ്കിൽ ഭക്ഷണമാണെങ്കിൽ തന്നെ കൂടുതൽ ഭക്ഷണം കഴിപ്പിച്ചിട്ടും ഇരുത്തി ഇഷ്ടമുള്ളതൊക്കെ കൊടുത്തിട്ടും അങ്ങനെ വളരെയധികം പാമ്പർ ചെയ്തിട്ടാവും ഒരു ഗർഭിണീനെ 9 മാസം വരെ വീട്ടുകാർ കൊണ്ടു നടക്കുക. അങ്ങനെ 9 മാസം കഴിഞ്ഞാൽ പുതിയ ആൾ വരും. അപ്പോൾ ഈ പറയുന്ന എല്ലാവരുടെയും സ്നേഹവും പാമ്പറിങ്ങും കെയറിങ്ങും എല്ലാം ഈ പുതിയ ആളിലേക്ക് ഷിഫ്റ്റ് ആവും. അപ്പോൾ ഈ അമ്മയുടെ അവസ്ഥ എന്താവും? അതായത് അതുവരെ നമ്മൾ കെയർ ചെയ്ത, നമ്മളെ താഴ്ത്തും തറയിലും വെക്കാതെ കൊണ്ട് നടന്നിരുന്ന ആൾക്കാരൊക്കെ നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ല. നമ്മളൊന്ന് ഉറങ്ങുമ്പോൾ എനിക്ക് കുട്ടിക്ക് പാല് കൊടുക്ക്, സമയമായി അങ്ങനെ പറയുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങല്ലേ, കുട്ടിയെ നോക്ക്, കുട്ടി കരയുന്നു, നീ എടുക്ക്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആണ് തോന്നുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഹോർമോൺസിൽ വരുന്ന വ്യത്യാസങ്ങളും രാത്രി ഉറക്കമില്ലായ്മയും ഇതൊക്കെ കൂടിയിട്ട് നമ്മളുടെ മനസ്സ് വല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തും. അങ്ങനെയാണ് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് ഒരു അമ്മ കടന്നു പോകുന്നത്. അപ്പോൾ വീട്ടിലുള്ളവരാണ് ഈ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. കാരണം ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഒരു കുട്ടീനെ എങ്ങനെ നിങ്ങൾ കെയർ ചെയ്തു, എങ്ങനെ നിങ്ങൾ പാമ്പർ ചെയ്തു, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പീരീഡാണ് പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞിട്ടുള്ള ഒരു 3 മാസം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്തും അതേ കെയറിങ്ങും ഇമോഷണൽ സപ്പോർട്ടും അമ്മയ്ക്ക് കൊടുക്കാൻ ശ്രമിക്കുക. താങ്ക് യു.